ഫ്രണ്ട്സ്, ഏവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ദശാംശ സംഖ്യകൾ അതിൻ്റെ പാർട്ട് 11 ഓൾറെഡി ഒരു 10 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പോയിട്ട് കാണുക. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ SCERT ക്ലാസ് 6 വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യാം. ചുവടെ കൊടുത്തിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ദശാംശ രൂപം കണ്ടുപിടിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ദശാംശ രൂപമാണ്. നമുക്ക് ഡയറക്റ്റ് ഹരിക്കാം. ചെറിയ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഹരിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിനോമിനേറ്ററിൽ 10ന്റെ പവേഴ്സ് ആക്കി മാറ്റാം. അതായത് 10, 100, 1000 ഇങ്ങനെയാക്കി മാറ്റാൻ പറ്റുമോ നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം അല്ലേ. 3/5 ഈ 5നെ നമുക്ക് 10 ആക്കാം. ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? 2 കൊണ്ട് ഗുണിക്കുക അല്ലെ. അപ്പൊ അംശത്തിലും ഛേദത്തിലും ഒരു 2 കൊണ്ട് ഗുണിക്കുക. 6/10. 10 എന്ന് പറയുമ്പോൾ ഒരു 0 ആണല്ലോ വന്നേ. അപ്പൊ ഇവിടെ മുകളിൽ എങ്ങനെ എഴുതാം? പോയിന്റിന് ശേഷം ഒരു സംഖ്യ മതി അല്ലെ. 0.6, അതായത് 0.6 എന്നാ വരിക. അടുത്ത ക്വസ്റ്റ്യൻ 7/8. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 7/8 ആണല്ലേ. ഈ ഡിനോമിനേറ്ററിലെ 8നെ എങ്ങനെയാണ് 10ന്റെ പവേഴ്സ് ആക്കി മാറ്റുക നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഹരിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ 8നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നോക്കാം. 2, 4, 2, 2, 2, 1. അപ്പൊ നമുക്ക് 8നെ എങ്ങനെ എഴുതാം? 8നെ 2 × 2 × 2 എന്നെടുത്ത് എഴുതി. മുകളിൽ 7. ഇനി നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ 10ന്റെ പവേഴ്സ് ആണ് ആക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 2നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 വരിക? 5 അല്ലേ. ഇവിടെ 3 2s ഉണ്ട്. അപ്പോൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മുകളിലും അതേപോലെ തന്നെ 3 5നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എത്രയാകും ഡിനോമിനേറ്ററിൽ? ഈ 2ഉം ഒരു 5ഉം 10, പിന്നെ വീണ്ടും ഒരു 10, 3 10. 3 10 എന്ന് പറയുന്നത് 1000 ആണ് വരിക അല്ലെ. 1000. അതുപോലെ മുകളിലുള്ളത് ഗുണിക്കുക. 5 ഗുണിക്കണം 5 25, 25 ഗുണിക്കണം 5 125, 125 ഗുണിക്കണം 7 875 എന്ന് വരും. 875. അപ്പൊ ഇവിടെ നമുക്ക് 3 0 വന്നത്. അപ്പൊ പോയിന്റിന് ശേഷം 3 സ്ഥാനങ്ങൾ വേണം. 8 7 5 അല്ലെ. 3 സ്ഥാനമായി. അതായത് 0.875. ഇതൊക്കെ ഡയറക്റ്റ് ഹരിച്ചാൽ മതി കേട്ടോ. അത് ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് പറഞ്ഞു തന്നത്. നമുക്ക് ഡയറക്റ്റ് ഹരിച്ചാലും ഇതേ ആൻസർ തന്നെയാണ് കിട്ടുക. അത് 5/16 അല്ലെ. 16 നമുക്ക് എങ്ങനെ എഴുതാം? 16 നമ്മൾ 10ന്റെ പവേഴ്സ് ആക്കി എഴുതാം. അതാണ് നമ്മുടെ ഉദ്ദേശം അല്ലെ. 5 അപ്പം അവിടെ ഉണ്ട്. 16 നമുക്ക് 10ന്റെ പവേഴ്സ് ആക്കാം. 16 നമുക്ക് 2 ആയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? 2, 8, 2, 4, 2, 2. അപ്പോൾ 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ആണ് 16 വരുന്നത്. ഈ 2നെ നമുക്ക് ഓരോ 2നെയും 5 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? ഓരോ 2നെയും 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 10 കിട്ടും അല്ലെ. അപ്പൊ എത്ര ഇവിടെ 5 കൊണ്ട് ഗുണിക്കണം? 4 5. ഡയറക്റ്റ് നമുക്ക് അംശത്തിൽ 4 5 കൊണ്ട് ഗുണിക്കാം. അപ്പൊ ഛേദത്തിൽ എത്ര വരും? ഛേദത്തിൽ 2 എത്ര ആണുള്ളത്? അത്ര 10 വരും കേട്ടോ. അപ്പൊ 2 ഇവിടെ 4 2 അല്ലേ ഉള്ളത്. അപ്പൊ 5 ഗുണിക്കണം 2 10, 5 ഗുണിക്കണം 2 10, 5 ഗുണിക്കണം 2 10, 5 ഗുണിക്കണം 2 10. അപ്പൊ എത്ര 10 വന്നു? 4 10 വന്നു. അതായത് 1ഉം 4 0 അല്ലെ. 4 10 10 ഗുണിക്കണം 10 ഗുണിക്കണം 10 ഗുണിക്കണം 10 എന്നത് 10,000 ആണ്. 10 10 10 10 4 0 വന്നു. പിന്നെ നമുക്ക് ഡയറക്റ്റും അംശം ഗുണിച്ചാൽ മതിയല്ലോ. 5 ഗുണിക്കണം 5 25, 25 125, 125 × 5 625, 625 × 5 3125 എന്ന് വരും. 3125/10,000. ഇനി നമുക്ക് 0 കൊടുക്കാം. എത്ര 0 എന്നീ ദശാംശ സ്ഥാനം കൊടുക്കാം. ഇവിടെ 4 0 ഉണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ദശാംശ സ്ഥാനമാണ്. അപ്പൊ 0.3125 എന്ന് വരും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 3/40. 3/40 നമുക്ക് 40 നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? 40ൽ ഒരു 10 ഉണ്ടല്ലേ. അപ്പൊ അതിനെ ഡയറക്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക. 10 ഗുണിക്കണം 4. ഇനി 4നെ നമുക്ക് മാറ്റിയാൽ മതിയല്ലോ. 4 എന്ന് പറയുന്നത് 2 ഗുണിക്കണം 2 ആണല്ലേ. അപ്പോൾ എത്ര 5 വേണ്ടി വരും? 2 5 വേണ്ടി വരും അല്ലേ. 5 ഗുണിക്കണം 5. അതായത് 4 എന്ന് പറയുന്നത്
2 ഗുണിക്കണം 2. ഈ 2നെ നമുക്ക് 2 ഗുണിക്കണം 5 എഴുതിയിട്ട് 10 ആക്കാം. ഈ 2ന് 2 ഗുണിക്കണം 5 എഴുതിയിട്ട് 10 ആക്കാം. ആ 5 2 5 നമ്മൾ ഗുണിച്ചാൽ അത് അംശത്തിൽ ഗുണിക്കുക. അപ്പോൾ ഛേദത്തിൽ 10 ഗുണിക്കണം 10 എന്ന് വരും. 3 ഗുണിക്കണം 5 15. 15 ഗുണിക്കണം 5 75. 75/1000 എന്ന് വരും. 75/1000. ഇപ്പോൾ 3 പൂജ്യമാണ്. അപ്പോൾ പോയിന്റിന് 3 സ്ഥാനം വേണം. 5 7 2 സ്ഥാനമേ ആയിട്ടുള്ളൂ അല്ലേ 75 എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഒരു 0 കൊടുക്കുക, പോയിന്റ് കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് നമുക്ക് 10ന്റെ ഡിനോമിനേറ്ററിൽ 10ന്റെ പവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ദശാംശം സ്ഥാനം കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ലാത്ത കേസിൽ നമുക്ക് ഡയറക്റ്റ് ഹരിക്കുക കേട്ടോ. ഡയറക്റ്റ് ഹരിച്ചാലും സെയിം ആൻസർ തന്നെയാണ് വരിക. നമുക്ക് വേണമെങ്കിൽ 3/40 ഒന്ന് ഹരിച്ചു നോക്കാം. 3 ഹരിക്കണം 40. 3-ലില്ല അല്ലേ, അപ്പോൾ പോയിന്റ് കൊടുക്കുക, 0 കൊടുക്കുക. 30-ലും ഇല്ല അല്ലേ, അപ്പോൾ വീണ്ടും ഒരു 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക. ഇനി ഇതെത്ര വരും? 7 വരും അല്ലേ. 28 280 എന്ന് വരും. 0 2. അപ്പോൾ ഒരു 0 കൊടുക്കുക. ഇവിടെയോ 5-ലല്ലേ, 4 5 20 200 വരും. അപ്പോൾ ഡയറക്റ്റ് ഹരിക്കുക. ഡയറക്റ്റ് ഹരിക്കാൻ പറ്റുന്നത് ഡയറക്റ്റ് ഹരിക്കുക. അല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഇങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് തെറ്റില്ല. ഇങ്ങനെ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യുക. ഏതാണോ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് ഏതാ സിമ്പിൾ എന്ന് മനസ്സിലാവും അല്ലേ. അതൊക്കെ നമുക്ക് 10ന്റെ പവേഴ്സ് ആക്കി മാറ്റാൻ പറ്റുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഹരിക്കുക. ഏതാണോ എളുപ്പം അത് ചെയ്യുക കേട്ടോ. അടുത്തത് നോക്കാം. 3/32. 3/32 നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതേപോലെ അല്ലേ, ഡയറക്റ്റ് ഹരിച്ചിട്ടായാലും മതി. ഇനി അടുത്തത് 61/125 അല്ലേ. 61/125 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 125 5 വരും. എത്ര വരും? 2 5 10 5 5 5 എന്നല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 125നെ 5 ഗുണിക്കണം 5 ഗുണിക്കണം 5. ഇനി ഡിനോമിനേറ്ററിൽ 10ന്റെ പവേഴ്സാണ് ആക്കേണ്ടത്. അപ്പോൾ ഈ 5നെ എങ്ങനെയാ 10 ആക്കുക? 2 കൊണ്ട് ഗുണിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ എത്ര 5 ഉണ്ട്? 3 5 ഉണ്ട്. അപ്പോൾ 3 തവണ 2 കൊണ്ട് ഗുണിക്കുക. അതുപോലെ അംശത്തിലും ഗുണിക്കുക. 2 ഗുണിക്കണം 2 ഗുണിക്കണം 2. അപ്പോൾ 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 8. 8 × 61 488 എന്ന് വരും. 488. ഇനി അടുത്തത് ഇതേപോലെ ഡിനോമിനേറ്ററിൽ നോക്കുക. 1 5ഉം 2ഉം 10. അടുത്ത 5ഉം 2ഉം 10. അടുത്ത 5ഉം 2ഉം 10. അങ്ങനെ 10 ഗുണിക്കണം 10 ഗുണിക്കണം 10 1000 എന്ന് വരും അല്ലേ. 1000. അപ്പോൾ ഇവിടെ എത്ര ആൻസർ വരിക? 3 പൂജ്യമാണുള്ളത്. ഇപ്പോൾ പോയിന്റിന് ശേഷം 3 സ്ഥാനം വേണം. 0.488 എന്ന് വരും. 0.488. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെയുള്ള കണക്കുകളുടെ ഉത്തരം ദശാംശ രൂപത്തിൽ എഴുതുക. ദശാംശ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. 3 ലിറ്റർ പാല്. 3 ലിറ്റർ പാല് ഒരുപോലുള്ള എത്ര കുപ്പികളിൽ നിറക്കണം? 1 2 3 4 5 6 7 8 കുപ്പികളിൽ നിറക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേപോലെയുള്ള 8 കുപ്പികളിൽ ഒരേപോലെയുള്ള 8 കുപ്പികളിൽ നിറക്കുകയാണെങ്കിൽ ഓരോ കുപ്പിയിലും, അതായത് ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാൽ ഉണ്ടാകും? ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാൽ? എന്താ ചെയ്യുക? ഡയറക്റ്റ് 3 ഹരിക്കണം 8. ഇതൊക്കെ നമുക്ക് ഒന്നിക്കൽ നമുക്കിതിനെന്ത് ചെയ്യാം? 10ന്റെ പവേഴ്സ് ആക്കി മാറ്റാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഹരിക്കാം. നമുക്കിവിടെ ഡയറക്റ്റ് ഹരിച്ചു നോക്കാം അല്ലേ. 8 ഇല്ല. അപ്പോൾ പോയിന്റ് കൊടുക്കുക, 0 കൊടുക്കുക. 30-ൽ എത്ര വരും? 3 പ്രാവശ്യം അല്ലേ. 3 3 8 24 6 വരും. 60-ഓ? 60-ൽ 7 പ്രാവശ്യം അല്ലേ. 8 7 56 വരും. പിന്നെ 4 40-ലോ? 5 പ്രാവശ്യം അല്ലേ. 8 5 40. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാലുണ്ടാവും? 0.375 ലിറ്റർ പാല്. ഓരോ കുപ്പിയിലും 0.375 ലിറ്റർ പാലുണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17 മീറ്റർ നീളമുള്ള ഒരു ചരട് 25 സമഭാഗങ്ങളാക്കി. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? അതായത് ഒരു വലിയ, അതായത് 17 മീറ്റർ നീളമുള്ള ഒരു ചരടുണ്ട്. അതിനിങ്ങനെ എത്ര കഷ്ണങ്ങളാക്കി എന്നാണ് പറയുന്നത്? അങ്ങനെ 25 സമഭാഗങ്ങളാക്കി. അങ്ങനെയാണെങ്കിൽ ഓരോ സമഭാഗി ഓരോ ചെറിയ സമഭാഗവും എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയെന്ന് ചെയ്യാം? ഡയറക്റ്റ് ഹരിച്ചാൽ മതി അല്ലേ. 17 ആണ് ആകെ. അതിനെ 25 സമഭാഗങ്ങളാക്കണം. 17/25 ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. 17/25 നമുക്ക് 100ന്റെ പവറാക്കി ചെയ്യാം അല്ലേ. അതായത് 25നെ ഏതുകൊണ്ട് ഗുണിച്ചാൽ മതി? 25 ഗുണിക്കണം 4 100 ആണെന്ന് പറയും. അപ്പോൾ അംശത്തിലും 4 കൊണ്ട് ഗുണിക്കുക,
ഛേദത്തിലും 4 കൊണ്ട് ഗുണിക്കുക. എത്ര വരും? 4 7 28 വരും, 2 വരും, 68 വരും അല്ലേ? 68/100. അപ്പോൾ എത്ര വരിക? 2 പൂജ്യമാണുള്ളത്, അപ്പോൾ 2 സ്ഥാനം വേണം. 0.68 0.68 എന്ന് വരും. അതായത് ഓരോ കഷ്ണത്തിൻ്റെയും നീളം 0.68 മീറ്റർ ആണ്. 0.68 മീറ്റർ. അടുത്തത് 19 കിലോഗ്രാം അരി 20 പേർക്ക് തുല്യമായി വീതിച്ചു. 19 കിലോഗ്രാം അരി 20 പേർക്ക്. 19 കിലോഗ്രാം അരി 20 പേർക്ക്. 19/20. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം അരി കിട്ടും? ഓരോരുത്തർക്കും കിട്ടുന്നത് 19/20. ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാം? 20നെ 10ന്റെ പവർ ആക്കാം അല്ലേ? ഏതുകൊണ്ട് ഗുണിച്ചാൽ മതി? 5 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അപ്പം അംശവും ഛേദവും 5 കൊണ്ട് ഗുണിക്കുക. എത്ര വരും? 19 ഗുണിക്കണം 5 95. 95/100 എന്ന് വരും. 95/100നെ എങ്ങനെ എഴുതാം? 0.95. 0.95 കിലോഗ്രാം ആണ് ഓരോരുത്തർക്കും കിട്ടുന്ന അരി. ഓരോരുത്തർക്കും കിട്ടുന്ന അരി 0.95. 0.95 കിലോഗ്രാം അരിയാണ് ഓരോരുത്തർക്കും കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16ന്റെ ദശാംശ രൂപം എന്താണ്? ദശാംശ രൂപം എഴുതുക വേണ്ടത്. നമുക്ക് ഓരോന്നിൻ്റെയും ഡയറക്റ്റ് ചെയ്യാം അല്ലേ? ഒരു സ്റ്റെപ്പിൽ നമുക്ക് 1 2 സ്റ്റെപ്പിൽ ഒറ്റയടിക്ക് എഴുതാം. പക്ഷെ എല്ലാവർക്കും അതേപോലെ മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഓരോന്നും പറഞ്ഞു തരാം. 1/2 എന്ത് ചെയ്യാം? ഒന്നിക്ക് ഡയറക്റ്റ് ഹരിക്കുക, അല്ലെങ്കിൽ 10 ഇട്ടിട്ട് ചെയ്യുക, അല്ലെ 10 ആക്കിയിട്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യുക? 2 ഗുണിക്കണം 5 10 ആണെന്ന് നമുക്കറിയാം. അത് അംശത്തിലും ഛേദത്തിലും 5 കൊണ്ട് ഗുണിക്കുക. 5/10. 5/10 എന്ന് പറയുന്നത് 0.5 എന്ന് വരും. അതുപോലെ 1/4. 4 എന്ന് പറയുന്നത് 2 ഗുണിക്കണം 2 ആണ് അല്ലെ? അപ്പോൾ എത്ര തവണ 5 കൊണ്ട് ഗുണിക്കണം? 2 തവണ 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെയും 10 ഗുണിക്കണം 10 എന്നായിട്ട് മാറും. എത്ര വരും? 25/100. 25/100 എന്ന് പറയുന്നത് 0.25 എന്ന് വരും. ഇനി അടുത്തത് 1/8. 1/8 എന്ന് പറയുന്നത് എത്ര വരും? 3 തവണയാണല്ലേ? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ആണ് 8. അപ്പോൾ എത്ര തവണ 5 കൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് 3 തവണ ഗുണിക്കണം അല്ലേ? അന്നേരം താഴെ എത്രയായിട്ട് മാറും? ഒരു 2 ഗുണിക്കണം 5 10, അടുത്ത 2 ഗുണിക്കണം 5 10, അടുത്ത 2 ഗുണിക്കണം 5 10. അപ്പോൾ എത്ര വരും? 5 ഗുണിക്കണം 5 25, 125 എന്ന് വരും അല്ലേ? 125/1000. 125/1000 0.125 എന്ന് വരും. അടുത്തത് 16 ആണ് അല്ലേ? 1/16. 16 എന്ന് പറയുന്നത് എത്ര തവണയാണ്? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ആണ് 16 അല്ലേ? അപ്പൊ എത്ര 5 കൊണ്ട് ഗുണിക്കണം? 4 പ്രാവശ്യം അല്ലേ? 10 ഗുണിക്കണം 10 ഗുണിക്കണം 10 ഗുണിക്കണം 10 എന്ന് വരും. അപ്പോൾ 4 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 5 ഗുണിക്കണം 5 25, 125, 625. 625/10,000 എന്ന് വരും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 0.0625. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ ദശാംശ രൂപം. ഇനി എല്ലാ ദശാംശ രൂപം ആഡ് ചെയ്താൽ മതിയല്ലോ. 2ൻ്റെത് 0.5, 1/4ൻ്റെത് 0.25, 1/8ൻ്റെത് 0.125, അടുത്തത് 1/16ൻ്റെത് 0.0625. എല്ലാ ഭിന്നസംഖ്യ ആഡ് ചെയ്യുക. 5 7 8 5 13 അല്ലെ? 13. ബാക്കി 1 വരും, 9 വരും. 0.9375 0.9375 0.9375 ആണ് എല്ലാം കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത്. 0.9375. അതായത് ഈ 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16ൻ്റെ ദശാംശ രൂപം 0.9375 ആണ്. 0.9375. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 4.375 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ആകെ തന്നത് എന്താണ്? അതായത് ഒരു രണ്ടക്ക സംഖ്യ, ഏതോ ഒരു രണ്ടക്ക സംഖ്യേനെ വേറൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 4.375 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അംശത്തിലുള്ള രണ്ടക്ക സംഖ്യയും ഛേദത്തിലുള്ള രണ്ടക്ക സംഖ്യയും കണ്ടുപിടിക്കണം. അംശത്തിലുള്ള രണ്ടക്ക സംഖ്യയും ഛേദത്തിലുള്ള രണ്ടക്ക സംഖ്യ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 4.375 ആണല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക്
പോയിന്റ് ഒഴിവാക്കിയിട്ട് എഴുതാമല്ലോ. പോയിന്റ് അതായത് 3 സംഖ്യയാണ്. പോയിന്റിന് ശേഷം 3 സംഖ്യ വേണം. അപ്പോൾ പോയിന്റ് മാറാൻ വേണ്ടിയിട്ട് ഏത് കൊണ്ട് ഹരിക്കണം? 1000 കൊണ്ട് ഹരിക്കണം അല്ലേ. അപ്പോൾ എത്ര വരും? 4375/1000. ഇനി നമുക്ക് ഈ 4375/1000 ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. കോമൺ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, കോമൺ ഫാക്ടേഴ്സ് ഒക്കെ ഒഴിവാക്കുക. 4375/1000. ഫസ്റ്റ് നമുക്ക് ഏതിനെ കൊണ്ട് ചെയ്യാം? 5നെ കൊണ്ട് ചെയ്യാം അല്ലേ. 5നെ കൊണ്ട് ചെയ്യുമ്പോൾ 2 5 10 200 എന്ന് വരും. ഇവിടെ മുകളിലോ 8 5 40 എന്ന് വരും. 7 5 35 5 5 25. അപ്പോൾ നമുക്ക് 875/200 ആയില്ല അല്ലേ. നമുക്ക് രണ്ടക്ക സംഖ്യ കിട്ടുന്നവരെ ചെയ്യാം. അടുത്തത് നമുക്ക് ഏത് ചെയ്യാം? അടുത്തത് നമുക്ക് 5നെ കൊണ്ട് ചെയ്യാം അല്ലേ. 5നെ കൊണ്ട് ചെയ്യുമ്പോൾ 4 5 20 0 വരും. മുകളിൽ ചെയ്യുമ്പോൾ എത്ര വരും? 1 5 5 7 5 35 5 5 25 ആയോ? ഇല്ല അല്ലേ. നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാം. ഒരു സ്റ്റെപ്പും കൂടി വീണ്ടും നമുക്ക് 5നെ കൊണ്ട് ചെയ്യാം. അപ്പോൾ എത്ര വരും? 8 5 40 എന്ന് വരും. മുകളിൽ ചെയ്യുമ്പോൾ എത്ര വരും? 3 5 15 5 5 25. അതായത് നമുക്ക് ഇവിടെ കിട്ടി. അതായത് ഈ 4375/1000 4375/1000 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര കിട്ടി? അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് 35/8. നമ്മൾ ഉത്തരമായോ? ഇല്ല അല്ലേ. ഉത്തരത്തിൽ എന്താ, ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു രണ്ടക്ക സംഖ്യയെ വേറൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് അംശത്തിൽ രണ്ടക്ക സംഖ്യയാണ് 35. പക്ഷെ ഛേദത്തിൽ രണ്ടക്ക സംഖ്യയാണോ? അല്ല അല്ലേ. ഛേദത്തിൽ ഒരക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഛേദത്തിലുള്ള ഛേദത്തിലും കൂടി രണ്ടക്ക സംഖ്യ ആക്കണം. അപ്പം നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന തുല്യ ഭിന്നകങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. അതായത് ഒരു ഭിന്നക സംഖ്യയുടെ അംശത്തിലും ഛേദത്തിലും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഭിന്നസംഖ്യയുടെ വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവുകയില്ല. സെയിം നമ്പർ തന്നെയായിരിക്കും. അതായത് ആദ്യത്തെ ഭിന്നവും രണ്ടാമത്തെ ഭിന്നസംഖ്യയും തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു റൂള് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ അംശത്തിലും ഛേദത്തിലും ഞാനൊന്ന് 2 കൊണ്ട് ഗുണിക്കുക. 35 ഗുണിക്കണം 2 അതുപോലെ 8 ഗുണിക്കണം 2. വാല്യൂ ചേഞ്ച് ആവില്ല. അപ്പോൾ നമുക്ക് അവിടെ എത്ര വരും? 35 ഗുണിക്കണം 2 70 എന്ന് വരും. 8 ഗുണിക്കണം 2 16. നമുക്ക് നമ്മുടെ ആൻസർ കിട്ടിയോ? അംശത്തിൽ എത്രയായി? അംശം നോക്കുക. അംശത്തിൽ രണ്ടക്ക സംഖ്യ വന്നു. ഛേദത്തിലും രണ്ടക്ക സംഖ്യ വന്നു. അപ്പോൾ ഏത് രണ്ടക്ക സംഖ്യയാണ്? ഏത് രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോഴാണ് 4.375 കിട്ടിയത്? ഏതൊക്കെയാണ് രണ്ടക്ക സംഖ്യകൾ? 70ഉം 16ഉം. 70/16 ആണ് 4.375. 70/16 ആണ് 4.375. ഇത് PYQ ആട്ടോ. ഏതൊരു എക്സാമിൻ്റെ ഏത് എക്സാമാണെന്ന് ഓർമ്മയില്ല. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചുവടെയുള്ള തുകകളുടെ ദശാംശ രൂപം കണ്ടുപിടിക്കുക. ചുവടെയുള്ള തുകകളുടെ ദശാംശ രൂപം. ഇതേ ടൈപ്പും PSCക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം അല്ലേ. 5 ഫസ്റ്റ് നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം. ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് 3 സ്റ്റെപ്പായിട്ട് പറയുന്നത്. 1/5. ഈ 5നെ നമുക്ക് 10 മാറ്റാം. ഏതുകൊണ്ട് ഗുണിച്ചാൽ മതി? 2 കൊണ്ട് ഗുണിക്കുക. അത് തന്നെ അംശത്തിലും ഗുണിക്കുക. അതായത് 2/10. 2/10നെ എങ്ങനെ എഴുതാം? 0.2 എന്ന് എഴുതാം അല്ലേ. 0.2. ഇനി അടുത്തത് 1/25. 25നെ എങ്ങനെ? 4 കൊണ്ട് ഗുണിച്ചാൽ 100 ആവും അല്ലേ. ഡയറക്റ്റ് എഴുതാം. 25 ഗുണിക്കണം 4. അത് തന്നെ മുകളിലും ഗുണിക്കുക. 1 ഗുണിക്കണം 4. അതായത് 4/100. 4/100 എന്നത് 2 സ്ഥാനമാണ് വേണ്ടത് അല്ലേ. അപ്പോൾ 0.04 എന്ന് വരും. അടുത്തത് 1/125. 125നെ എങ്ങനെ? 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 3 പ്രാവശ്യമാണ് അല്ലേ. അപ്പോൾ ഓരോ 5നെയും 10 ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എങ്ങനെയാണ് വരിക? ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് 125നെ നമുക്ക് എങ്ങനെ എഴുതാം? 1000 ആക്കാൻ വേണ്ടിയിട്ട് ഏതുകൊണ്ട് ഗുണിച്ചാൽ മതി? 125നെ 1000 ആക്കാൻ വേണ്ടിയിട്ട് 8 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. 8 ഗുണിക്കണം 125 ആണ് 1000. അത് അംശത്തിൽ ഗുണിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മെത്തേഡ് തന്നെ 125 എന്നത് 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 ആണ് 125 അല്ലേ. അതായത് ഓരോ 5നെയും 10 ആക്കാൻ ഏതുകൊണ്ട് ഗുണിക്കുക? 2 കൊണ്ട് ഗുണിക്കുക. 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അതുപോലെ അതും അംശത്തിൽ ഗുണിക്കുക. അതായത് 8 ഇനി നോക്കുക. ഒരു 5ഉം ഒരു 2ഉം 10. അടുത്ത 5ഉം അടുത്ത 2ഉം 10. അടുത്ത 5ഉം അടുത്ത 2ഉം 10. അതായത് 10 ഗുണിക്കണം 10 ഗുണിക്കണം 10. 3 പ്രാവശ്യം 10 ഗുണിച്ചാൽ 1000 വരും അല്ലേ. 1000. അതായത് 8/1000. 8/1000നെ നമുക്ക് എങ്ങനെ എഴുതാം? പോയിന്റിന് ശേഷം എത്ര സ്ഥാനം വേണം? 3 സ്ഥാനം. 3 0 ആണ്. 3 സ്ഥാനം വേണം. അപ്പോൾ 8 ഒരു നമ്പർ ഉണ്ട്. പിന്നെ അടുത്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 കൊടുക്കുക. അടുത്തതിനും 0 കൊടുക്കുക. ഒരു പോയിന്റ് കൊടുക്കുക.
അപ്പോൾ 0.008 എന്ന് വരും. അപ്പോൾ നമുക്ക് തുകയല്ല കണ്ടുപിടിക്കേണ്ടത്, എല്ലാം കൂടി കൂട്ടാം. ഫസ്റ്റത്തത് 1/5 ആണ്. 1/5 കറസ്പോണ്ടിങ് ആയിട്ട് 0.2 വന്നു. 1/25 1/25 തുല്യമായിട്ട് 0.04 അല്ലെ, 0.04 എന്ന് വന്നു. അടുത്തത് 1/125 ആണ്. 1/125 തുല്യമായിട്ട് 0.08 എന്ന് അല്ലേ. ഏഡ് ചെയ്താൽ എത്രയാണ് വരിക? 8 4 2 0. അതായത് 0.248 0.248. ഇത് ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 0.248. അടുത്ത ക്വസ്റ്റ്യനും ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതാം അല്ലേ. അതായത് 5നെ എങ്ങനെയാ 10 ആക്കുക? ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ അംശത്തിലും ഗുണിക്കുക. അംശത്തിൽ 2, അപ്പോൾ 5 ഗുണിക്കണം 2 10 എന്ന് വരും. അടുത്തത് 1/5 5 സ്ക്വയർ എന്നത് 5 ഗുണിക്കണം 5 അല്ലേ. അപ്പോൾ 2 5 ഉണ്ട്. അപ്പോൾ 2 പ്രാവശ്യം 2 കൊണ്ട് ഗുണിക്കണം, എന്നെങ്കിലേ 10 ഗുണിക്കണം 10 എന്ന് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അംശത്തിൽ ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? അംശത്തിൽ 2 തവണ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഛേദത്തിൽ 10 ഗുണിക്കണം 10. അതായത് ആദ്യത്തെ ഒരു 5ഉം 2ഉം അടുത്ത 5ഉം 2ഉം 10 ഗുണിക്കണം 10. ഇനി അടുത്ത ഇതേപോലെ 5 ക്യൂബാണ്. 5 ക്യൂബ് എന്ന് പറയുന്നത് 5 ഗുണിക്കണം 5 ഗുണിക്കണം 5. അപ്പോൾ ഓരോ 5നെയും 10 ആക്കണം അല്ലേ. 3 5 ഉണ്ട്. അപ്പോൾ എത്ര പ്രാവശ്യം 2 ഗുണിക്കണം? 3 പ്രാവശ്യം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 5ഉം 2ഉം 10, അടുത്ത 5ഉം 2ഉം 10, അടുത്ത 5ഉം 2ഉം 10 എന്ന് വരും. പ്ലസ് അതുപോലെ 1/5⁴. 5 എന്ന് പറയുമ്പോൾ 4 പ്രാവശ്യം 2 കൊണ്ട് ഗുണിക്കണം അല്ലേ. 4 പ്രാവശ്യം 10 എന്ന് വരും അല്ലേ. ആദ്യം 10, അടുത്ത 10, അടുത്ത 10, അടുത്ത 10 എന്ന് വരും. അപ്പോൾ നമുക്കിത് 2/10 എന്ന് പറയുന്നത് 0.2 ആണല്ലേ. 0.2. അടുത്തത് 4/100 ആണ്. 4/100 എന്ന് പറയുന്നത് 0.04 എന്ന് വരും അല്ലേ. അടുത്തത് 8/1000 ആണ്. തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. 8/1000 എന്നത് 0.008 എന്ന് വരും. അടുത്തതോ? അടുത്തത് 16/10,000 ആണ്. 16/10,000 എങ്ങനെ എഴുതാം? 16/10,000 0.0016 എന്ന് വരും. അതായത് ഇത് കിട്ടുക നമുക്ക് 16/10,000 ആണ്. 16/10,000. അതായത് ഇവിടെ 4 പൂജ്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ 4 ദശാംശ സ്ഥാനങ്ങൾ വേണം. അപ്പോൾ 16 എഴുതി, പിന്നെ നമുക്ക് 2 എണ്ണല്ലേ ഇവിടെ ആയുള്ളൂ. അപ്പോൾ 2 0 കൂടി കൊടുക്കുക. അങ്ങനെയാണ് 4 ദശാംശ സ്ഥാനം വന്നത്. 0.0016 എന്ന് വന്നത്. ഇനി നമുക്കിതെല്ലാം ആഡ് ചെയ്യാം അല്ലേ. അപ്പം ഇങ്ങനെ ആഡ് ചെയ്യുന്നതിനേക്കാളും താഴെ എടുത്തിട്ട് ആഡ് ചെയ്തോ കേട്ടോ, ഇല്ലേ നിങ്ങൾക്ക് കൺഫ്യൂഷനായി പോകും. ആഡ് ചെയ്യുക 6 9 4 2.0. ഇവിടെ വേണമെങ്കിൽ 0 ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ 0.2496 ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 0.2496. അപ്പോൾ 1/5 പ്ലസ് 1/5² പ്ലസ് 1/5³ പ്ലസ് 1/5⁴ ദശാംശ രൂപത്തിനെയാണ് 0.2496. 0.2496. അടുത്ത ക്വസ്റ്റ്യൻ 1/2 പ്ലസ് 1/2² പ്ലസ് 1/2³ അപ്പോൾ 1/2 2നെ 10 ആക്കണം. ഇപ്പോൾ ഏതുകൊണ്ട് ഗുണിക്കുക? 5 കൊണ്ട് ഗുണിക്കുക അല്ലേ. അംശത്തിൽ 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഛേദത്തിൽ ഒരു 10 എന്ന് വരും. ഇനി അടുത്തത് 2 ഗുണിക്കണം 2 പ്രാവശ്യം 2 ഉണ്ട്. അപ്പോൾ 10 ആക്കാൻ വേണ്ടിയിട്ട് 2 5 കൊണ്ട് ഗുണിക്കണം അല്ലേ. 5 ഗുണിക്കണം 5/10 ഗുണിക്കണം 10 എന്ന് വരും. അടുത്തത് അതേപോലെ തന്നെ 3 2 ഉണ്ട്. അപ്പോൾ 3 5 കൊണ്ട് ഗുണിച്ചാൽ 10 ഗുണിക്കണം 10 ഗുണിക്കണം 10 എന്ന് വരുള്ളൂ. 5 ഗുണിക്കണം 5 ഗുണിക്കണം 5/10 ഗുണിക്കണം 10 ഗുണിക്കണം 10 എന്ന് വരും. ഫസ്റ്റത്തത് 0.5 എന്ന് വരും അല്ലേ. അടുത്തതോ 5 5 25 ആണ്. 25/100 0.25 എന്ന് വരും. അടുത്തതോ? അടുത്തത് 125/1000 ആണ് അല്ലേ. അതായത് എന്താ 125. 5 ഗുണിക്കണം 5 25 25 × 5 125. 125/1000. അപ്പോൾ എത്രയാണ് വരിക? 3 സ്ഥാനമാണുള്ളത് അല്ലേ. 3 സ്ഥാനമാണുള്ളത്. അപ്പോൾ എത്ര വരും? 0.125. 0.125. ഇനി ഡയറക്റ്റ് ആഡ് ചെയ്യാം. 5 7 8. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? ഇത് ആഡ് ചെയ്താൽ വരുന്നത് 0.875. 0.875.
തൊട്ടു മുന്നേ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 5.875 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് പോയിന്റ് ഇല്ലാണ്ടാക്കി പോയിന്റ് ഒഴിവാക്കിയിട്ട് എഴുതാം. 5875/1000 എന്ന് വരും അല്ലേ. 3 പോയിന്റിന് ശേഷം 3 സ്ഥാനമാണുള്ളത്, അതുകൊണ്ട് 1000 എന്ന് വരും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുക ലാസ്റ്റ് നിങ്ങളത് ചെയ്ത് നോക്കുക കേട്ടോ. തൊട്ടു മുന്നേ ചെയ്തില്ലേ അതേപോലെ തന്നെ ചെയ്യാം. നമുക്ക് ആൻസർ എത്ര കിട്ടണം? 94/16 എന്ന് കിട്ടും. 94/16, അതായത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുക 47/8 എന്നാണ്. അപ്പോൾ 47/8 അംശത്തിൽ 2 അക്കം വന്നു, ഛേദത്തിൽ ഒരക്കേ ഉള്ളൂ. അപ്പോൾ ഏതുകൊണ്ട് ഗുണിച്ചു? 2 കൊണ്ട് ഗുണിച്ചു. അങ്ങനെയാണ് 94/16 എന്ന് വന്നത്. അപ്പോൾ ഇതിന്റെ ക്രിയ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്